ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലൊരു കാര്യം പറയായിരുന്നു കേട്ടോ. അതായത് അന്ന് സ്കൂളിൽ നമ്മൾ 10ാം ക്ലാസ്സും പ്രീ ഡിഗ്രി ഒക്കെ ആ സമയത്തൊക്കെ ഓട്ടോഗ്രാഫാണ്. അല്ലാതെ ഇന്നത്തെ പോലെ വാട്സപ്പും മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഒരു ഇത് പറയുകയാണേ. അപ്പോൾ നമ്മൾ ആ ഓട്ടോഗ്രാഫൊക്കെ പിന്നീട് വായിക്കുമ്പോൾ ഒരു ചിരി വരും അല്ലേ. വിശാല മനസ്സേ വിശേഷം അരുതേന്നോ, വിവാഹമുണ്ടെങ്കിൽ വിളിച്ചാൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ മുഴുവനായിട്ട് അറിയില്ല. അതുപോലെ ചുമച്ച് ഞാനൊരു രോഗിയായി വരുമ്പോൾ പഠിച്ച് നീയൊരു ഡോക്ടറാകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് ചിന്തിക്കുമ്പോൾ ചിരി വരും കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞു വാട്സപ്പ് കൂട്ടായ്മയും അതുപോലെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും, അന്നത്തെ കാലത്ത് നമുക്ക് മൊബൈലൊന്നും ഇല്ലെങ്കിലും ഇന്ന് മൊബൈൽ യുഗം വന്നതിന് ശേഷം അപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരാളുടെ നമ്പർ കിട്ടി അങ്ങനെ ഓരോരുത്തരായിട്ട് കണ്ടെത്തിയിട്ട് അങ്ങനെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അന്ന് 10ാം ക്ലാസ്സിനും ഗ്രൂപ്പുണ്ട്. നമ്മുടെ പ്രീ ഡിഗ്രിയും 10ാം ക്ലാസ്സൊക്കെ ഏകദേശം ഒരേ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഡിഗ്രിക്കാരായിട്ടും. പിന്നെ അന്ന് ഓട്ടോഗ്രാഫ് ഞാൻ പറഞ്ഞു. ഓട്ടോഗ്രാഫ് എഴുതുന്ന സമയത്ത് 10ലും പ്രീ ഡിഗ്രിക്കൊക്കെ ഓട്ടോഗ്രാഫ് തന്നെയാണ്. മമ്മൂട്ടിയുടെ, ശോഭനയുടെ, അങ്ങനെ സിനിമാ നടന്മാരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഓട്ടോഗ്രാഫ് തിരഞ്ഞെടുക്കാനായിട്ടൊരു മത്സരം തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഡയറി ആയിരുന്നു കേട്ടോ. അതൊരു ഫാഷനായി. ഓട്ടോഗ്രാഫ് കൊണ്ടുവന്ന കുട്ടികളും ഉണ്ട്, പക്ഷെ മിക്കവരും ഡയറി ആയിരുന്നു. അതൊരു ഫാഷനായിട്ട് അങ്ങനെ എഴുതിയിട്ട് അതൊക്കെ ഒരു മറിച്ച് നോക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ മനസ്സറിയാതെ പോകില്ല. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ കാലഘട്ടത്തിലെ കൂട്ടും ഒരു പ്രത്യേകത തന്നെയാണ്. അന്നൊന്നും ഒരു വീട്ടിലേക്കും പോകുമ്പോൾ വിരുന്നിന് നമ്മൾ വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. രാവിലെയും ചോറ്, ഉച്ചയ്ക്കും ചോറ്, രാത്രിയും ചോറ് കഴിക്കുന്ന വീടുകളുണ്ട്. അപൂർവം ചില വീട്ടിൽ മാത്രമാണ് രാവിലെ ടിഫിനുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ടിഫിൻ തന്നെയായിരുന്നു. അപ്പോൾ എന്നാലും അടുത്ത നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ചോറ് തന്നെയായിരുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് വരണേക്കാൾ മുന്നേ ചോറൊക്കെ കൊണ്ടിട്ടാണ് വരിക. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ട് വന്ന് ചോറുണ്ണുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ചായയും പലഹാരമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് അന്നത്തെ കാലത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരെപ്പോൾ വന്നാലും ചോറിന് ക്ഷാമം ഉണ്ടാവില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ എല്ലാവരും അസുഖക്കാരല്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് മാത്രം മിക്ക വീട്ടിലും ഉണ്ടാവുള്ളൂ. ആരും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ തന്നെ ചെന്നാൽ ചോറ് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഇല്ലാത്ത കാലഘട്ടമായിരുന്നു അന്നെന്ന്. അപ്പം നമ്മൾ ഓട്ടോഗ്രാഫിൽ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നും എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡയലോഗുകൾ പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് താഴെ നമ്മുടെ അഡ്രസ്സും ഫോൺ അപൂർവം ചില വീട്ടിലേ ഉള്ളൂ കേട്ടോ. അപൂർവം ചില വീട്ടിൽ ലാൻഡ് ഫോണുകൾ. ഇന്നിപ്പോൾ ലാൻഡ് ഫോണുകളും അധികം വീടുകളിലൊന്നുമില്ല. അപ്പോൾ അന്ന് അപൂർവം ചില വീട്ടിൽ ലാൻഡ് ഫോണുള്ളൂ. അതുപോലെ ടിവിയും. അപ്പോൾ ആ ലാൻഡ് ഫോൺ നമ്പറും വെക്കും. അങ്ങനെ ഫോൺ നമ്പറുള്ള വീട്ടിലെ കുട്ടികളെയൊക്കെ വിളിച്ച് പിന്നെ ഓരോരുത്തർ അവിടെയും ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോൾ ഇന്ന് മൊബൈലൊക്കെ ഉള്ള കാരണം ഫോൺ നമ്പർ ഒപ്പം വാങ്ങിച്ചിട്ട് അങ്ങനെ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റി. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഈ കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ ഫാമിലി ആയിട്ടും എല്ലാവരും അവരവരുടെ ഫാമിലി ആയിട്ട് വന്നിട്ട് എല്ലാവരും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അല്ലേ ഇന്നത്തെ. അതൊരു സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ കേട്ടോ. പക്ഷെ ആ സന്തോഷത്തിനും ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കൂട്ടാവുന്ന പോലെയൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. പെൺകുട്ടികളായിക്കോട്ടെ, അവരുടെ ഹസ്ബൻഡ്, അതായത് ഭർത്താക്കന്മാർ എവിടേക്കും വിടൂല്ല. ഇങ്ങനെ കൂട്ടായ്മയിൽ അവർ കൂട്ടത്തിൽ വരൂല്ല, കൂട്ടത്തിൽ എവിടേക്കും കൊണ്ടുപോകില്ല. അങ്ങനത്തെ ഭർത്താക്കന്മാരുള്ള കുട്ടികൾ ഉണ്ട്. അതുപോലെ ചില ആൺകുട്ടികൾക്ക് അവരുടെ ഭാര്യമാരും അങ്ങനെ ഉണ്ട്. ഇങ്ങനെ കൂട്ടായ്മയിൽ ഫ്രണ്ട്ഷിപ്പിൽ പോണതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. ആൾക്കാർ പലതരമല്ലേ അങ്ങനെ. അപ്പം നമുക്ക് എത്രത്തോളം എങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്താ നമുക്കറിയില്ല. അപ്പോൾ പരമാവധി കിട്ടുന്ന ഈ സമയങ്ങളിലൊക്കെ നമ്മൾ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ. അപ്പോൾ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ആ സന്തോഷം നമ്മളതിൽ കണ്ടെത്താനായിട്ട് ശ്രമിച്ചാൽ തന്നെ ജീവിതത്തിലൊരു ഇതാണ്. കാരണം നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ടൂറ് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്ക് ആയിക്കോട്ടെ നമുക്ക് പോവുകയാണെങ്കിലും നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. ഇന്നൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് അസുഖങ്ങൾ വരികയാണ്. അപ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളങ്ങനെ കിട്ടുന്ന സാഹചര്യങ്ങൾ സന്തോഷകരമാക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രം ഞാൻ എൻ്റെ കുട്ടികളോടും അങ്ങനെ തന്നെയാണ് പറയാറ് കേട്ടോ. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളെ വളർത്തേണ്ട ഒരു ചുമതല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല. അപ്പോൾ സ്കൂളിന് പൂട്ടുന്ന സമയത്തൊക്കെ നമുക്ക് പുറത്ത് പോകാനൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ജോലി കിട്ടാനുള്ള ശ്രമമായി. ജോലി കിട്ടിയ പിന്നെ അതിൻ്റേതായ തിരക്കായി. അപ്പോൾ അങ്ങനെ ആയിട്ട് പിന്നെ അവരുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മക്കളുമായി. അപ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മളുടെ മക്കളുടെ പഠിപ്പ് കഴിഞ്ഞു, അവർക്ക് ജോലിയൊക്കെ ആയി, നമ്മുടെ ബാധ്യതകൾ തീർന്നു, നമ്മൾ ഫ്രീ ആയി, നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിക്കും. പക്ഷേ ഒരിക്കലും ചിന്തിക്കേണ്ട കേട്ടോ. ആ ഒരു ബാധ്യത കൂടി വരിക എന്നല്ലാണ്ട്
നമുക്കത് കുറഞ്ഞു വരുന്ന സാഹചര്യം അല്ല എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. കുട്ടികളെ തന്നെ സ്കൂളിൽ ചേർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്ക് പോകാനോ ഒന്നിനും പറ്റില്ല. അപ്പം നിങ്ങൾ പോകാൻ പറ്റുന്ന സമയങ്ങളിൽ പോവുക, പരമാവധി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ആസ്വദിക്കുക, ജീവിതം ആസ്വദിക്കുക തന്നെ വേണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ നമ്മുടെ ഒരു ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജന്മം വൃഥാവിലായ പോലെ തന്നെയാണ്. കാരണം നമ്മളെന്നും പണി 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 വെച്ചിട്ട് ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഇടയ്ക്കൊക്കെ എപ്പോഴേലൊക്കെ ഒന്ന് പുറത്ത് പോകണ്ടേ. അപ്പോൾ പുറത്ത് പോയി ഒന്ന് കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ വേണ്ടേ. അതുപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ ഭർത്താവ്, മക്കൾ, ഇവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ എവിടേക്കും പോകാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ മക്കൾ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല കേട്ടോ. അവർ ഒന്നുകിൽ നാട്ടിലില്ലാത്ത കുട്ടികളായിരിക്കും, നാട്ടിലുണ്ടെങ്കിലും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിക്കുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നാളേക്ക് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കരുതാനായിട്ട് ശ്രമിക്കും. നമ്മൾ ചിലവാക്കുമ്പോൾ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയായിക്കോട്ടെ 10 കൂടി കൂട്ടാനായിട്ട് ശ്രമിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ മക്കൾക്ക് നാളേക്ക് വെച്ചിട്ട്. പക്ഷെ അത് വെറുതെയാണത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറ എന്താ പറയുക അറിയോ, ഞങ്ങളൊന്നും സമ്പാദിക്കില്ല ഞങ്ങളുടെ മക്കൾക്ക്, വേണമെങ്കിൽ അവരുണ്ടാക്കിക്കോട്ടെ, ഞങ്ങളെ അടിച്ച് പൊളിച്ച് ജീവിക്കും, അത്ര തന്നെ. അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കും, വിദ്യാഭ്യാസം കൊടുക്കും എന്നാണ് പറയുക. അപ്പോൾ അതാണ് ഇന്നത്തെ തലമുറ. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസങ്ങളാണ്. നമ്മൾ സ്കൂൾ വിട്ട് വരണ സമയത്ത് നടന്നിട്ടാണ് സ്കൂളിലേക്ക് പോവുക കേട്ടോ. ഒരുപാട് ദൂരമുള്ളതാവും സ്കൂൾ, പക്ഷെ എന്നാലും നടന്നിട്ട് പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മളെ കൂട്ടുകാരെ ഒന്നിച്ച് നടന്നു വരും. മാങ്ങ പറക്കി തിന്നണ കാലം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മഴയൊക്കെ കൊണ്ടിട്ടൊക്കെ നമ്മൾ വരും. ഇന്നിപ്പോൾ നമ്മുടെ മക്കളേനെ മഴ കൊള്ളാനായിട്ട് നമ്മൾ സമ്മതിക്കുമോ? നമുക്ക് പേടിയല്ലേ, അസുഖം എന്താ വരിക എന്നുള്ള പേടിയാണ്. അപ്പോൾ നമ്മൾ മഴ കൊള്ളാൻ സമ്മതിക്കില്ല. അതുപോലെ നമ്മുടെ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തുനിന്ന് നമ്മൾ വണ്ടി കയറ്റിയിട്ട് നമ്മുടെ മക്കളേനെ സ്കൂളുകളിലേക്ക് വിടുന്നത്, എന്നിട്ട് ആ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അതേ വണ്ടിയിൽ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുക. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹോംവർക്കായി കാര്യങ്ങളായി പിന്നെ കുറച്ച് സമയം കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ തന്നെ കിട്ടുള്ളൂ അവർക്ക്. നമ്മുടെ കാലത്ത് അങ്ങനെയല്ല. നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ 4 മണിക്ക് സ്കൂൾ വിട്ടാൽ ചിലപ്പോൾ വീട്ടിലെത്താൻ 5 മണി ഒക്കെ കഴിയും. കാരണം വരണ വഴിക്കുള്ള പൂവും എല്ലാം എന്തൊക്കെയാണ് കിട്ടിയച്ചൊക്കെ പറക്കി നടന്നിട്ടാണ് നമ്മൾ വരിക. അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ. അപ്പോൾ തന്നെ അന്നൊന്നും മഴയൊക്കെ കൊണ്ടാലും ഇങ്ങനെയൊന്നും പനി അല്ലെങ്കിൽ വേറെ അസുഖങ്ങളൊന്നും അങ്ങനെ അധികം വരില്ല കേട്ടോ. നമ്മൾ വെള്ളത്തിലൊക്കെ എത്ര കളിച്ചേക്കണം. തോടൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ നമ്മൾ വരുമ്പോൾ തോട്ടിൽ കൂടെ കുട ഒഴുക്കി വിടും. അതുപോലെ കടലാസ് കൊണ്ട് വഞ്ചി ഉണ്ടാക്കി ഒഴുക്കി വിടും. അതൊക്കെ ആ ഒരു കാലഘട്ടമൊക്കെ ഒരു പ്രത്യേകത തന്നെയല്ലേ. ഇന്ന് വരുന്ന വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ എന്ത് അസുഖം വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ പരമാവധി നമ്മൾക്ക് വൈക്കുന്ന കാലത്ത് നമുക്ക് സാധിക്കുന്ന ഒരു കാലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി നമുക്ക് എവിടേക്കാണ് പോകാൻ തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ടെങ്കിൽ അങ്ങനെ പോയി കണ്ടിട്ടൊക്കെ വരിക. അതിനായിട്ട് ശ്രമിക്കുക. നമ്മൾ എറണാകുളത്തും ഇവിടെയൊക്കെ ഒരു ചായക്കട നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളും അയാളുടെ വൈഫും കൂടിയിട്ട് നീ കാണാത്ത സ്ഥലങ്ങളില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുപോലെ അത്രയും വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലാത്ത ഒരാളാണ്, എന്നാലും അവർ അങ്ങനെയൊക്കെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടു വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളാരാ, നമ്മളൊന്നും അല്ല അല്ലേ, ഓരോന്ന് ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓരോന്നുണ്ടെന്ന് പറയുകയാണേ. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി അവരുടെ ഫ്രണ്ട്സായിട്ടും നമ്മുടെ ബന്ധുക്കളേക്കാൾ കൂടുതൽ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ മക്കൾക്ക് അവരുടെ ഫ്രണ്ട്സിനോടാണ് കേട്ടോ. നോക്കി നോക്കൂ, നമ്മുടെ ഏതെങ്കിലും ബന്ധുക്കളെ അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയണ്ടാവില്ല. എന്നാൽ നമ്മുടെ വീട്ടിൽ അവരുടെ കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവർ നല്ല ഹാപ്പി ആയിട്ട് അവരിയ്ക്കും. നമ്മുടെ വീട്ടിൽ നിന്നല്ല, ഒരുവിധം ഇന്നത്തെ തലമുറയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അല്ലാത്ത കുട്ടികളും ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാവരെയും അടച്ച് പറയല്ല കേട്ടോ, അങ്ങനെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ഇന്നത്തെ കുട്ടികൾക്ക് വന്നാൽ വീട്ടിൽ സംസാരിക്കാൻ നേരമുണ്ടോ? ഇല്ല. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവർ മൊബൈൽ നോക്കിയിട്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ടി വി ഇട്ടിട്ട് ടി വിയുടെ മുന്നിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പം നമ്മളൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും ആ സമയത്താണ് ചർച്ച ചെയ്യുക. അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂട്ടുകുടുംബമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറിയത് കൊണ്ടുണ്ടായ ഒരു നല്ല ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മൊബൈലിൻ്റെ ഉപയോഗം നമുക്ക് വാട്സപ്പും കൂട്ടായ്മയൊക്കെ ഉള്ളത് ഗുണമുള്ളതുപോലെ തന്നെ മൊബൈൽ കൊണ്ട് ദുരുപയോഗങ്ങളും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് കൂട്ടുകുടുംബം ഗുണമുണ്ട് ദോഷമുണ്ട് എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു സ്വാർത്ഥത ഇല്ലാത്തൊരു കാലഘട്ടമായിരിക്കാം കൂട്ടുകുടുംബം എന്ന്. കാരണം എല്ലാവരും ഒന്നിച്ചായതുകൊണ്ട് എനിക്ക് വെച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ അണുകുടുംബം ആവുന്ന സമയത്ത് നമുക്ക് എൻ്റേത് എന്നുള്ള ചിന്ത
കൂടുതലായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഓരോരുത്തർക്കും അവർ സെപ്പറേറ്റ് റൂം, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പിന്നെ എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ വാങ്ങിച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മളെ ജീവിതത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൽ നിന്നും വ്യത്യാസമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പല സാധനങ്ങളും, അന്നത്തെ കാലത്ത് കാണാത്ത പല സാധനങ്ങളും ഇന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് അത് വാങ്ങിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വാങ്ങിച്ച് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയായിരിക്കും ചിലപ്പോൾ നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിലൊന്നും ദുരുപയോഗം ചെയ്യാതെ, അതുപോലെ വേറെ ചീത്ത കൂട്ടുകെട്ടിലോ അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളിലോ പെടാതെ നന്നായി വളരുന്ന മക്കളും ഉണ്ട് കേട്ടോ. അവരുടെ അച്ഛനമ്മമാരെ അനുസരിച്ച് നന്നായി വളർന്ന് പഠിച്ച് ജോലി നേടി നല്ല സന്തോഷമായിട്ട് അച്ഛനും അമ്മേനെയും നോക്കിയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നത് പുറമേ നമ്മൾ സ്വത്താണെങ്കിലും സമ്പാദ്യമാണെങ്കിലും സമ്പാദിച്ച് കൊടുക്കുമ്പോൾ ഇന്നത്തെ തലമുറ അങ്ങനെ ചെയ്യില്ല, അവർ ജീവിക്കുള്ളൂ എന്ന് പറയും. അപ്പം നമ്മൾ നമ്മുടെ മക്കളെ നോക്കി കഷ്ടപ്പെട്ടു എന്ന് പറയരുത്. കാരണം എന്താ വെച്ചാൽ അവർ ചോദിക്കും, ഞങ്ങളെ നോക്കി കഷ്ടപ്പെടാൻ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പറയും. നമ്മൾ നമ്മുടെ മക്കളെ നോക്കേണ്ട ചുമതല, അതുപോലെ നമ്മൾ പ്രായമായ മക്കൾ നമ്മളെ നോക്കേണ്ട ഒരു കടമ ഉണ്ട്. ആ കടമ അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. പണ്ടുള്ളവർ പറയും മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന്. അത് തന്നെയാണ് സത്യം. മക്കൾ നമ്മളെ നോക്കിച്ചിട്ട് ആരും ജീവിക്കണ്ട. ഒന്നുകിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ നാട്ടിലില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിയും കാര്യങ്ങളായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു മാനസിക അടുപ്പം, അല്ലെങ്കിൽ ഒരു എന്തെന്നാ പറയുക എനിക്കറിയില്ല അതിന്, നമുക്ക് മറ്റുള്ളവർ കാണുമ്പോൾ ഒരു ദയാവായ്പ പോലെ, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യമൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യാതിരിക്കുമോ? ഇല്ല, നമ്മുടെ മനസ്സ് അതിനെ അനുവദിക്കില്ല. അതുപോലെ ആവില്ല ഇന്നത്തെ തലമുറ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം മുൻകൂട്ടി മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ചു പോകണം. അതായത് നമ്മൾ മക്കൾ നോക്കും എന്നുള്ള ചിന്തയിൽ ഇരുന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെയാണ് വിധിച്ചാൽ അതുപോലെ അനുഭവിച്ചേ തീരുള്ളൂ. അപ്പോൾ വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല, അത് പറയുകയാണ് ഞാൻ. അപ്പം നമ്മൾ മക്കൾ നോക്കും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ആരും ജീവിക്കേണ്ട ഇന്നത്തെ കാലഘട്ടത്തിൽ കേട്ടോ. തലമുറയ്ക്കൊക്കെ വ്യത്യാസം വന്നു, അവരുടെ മാനസികമായ അടുപ്പങ്ങൾക്കും വ്യത്യാസങ്ങൾ വന്നു. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പണ്ടത്തെ കാലത്തെ പോലെ സഹാനുഭൂതി, ദയ, അതൊന്നും ഇന്നത്തെ കാലത്തില്ല, കാണാൻ കിട്ടില്ല. അവനവൻ്റെ കാര്യം നോക്കണു, ജീവിക്കണു. തികച്ചും അവരവരുടെ ഒരു വീട്ടിലാണെങ്കിൽ പോലും, എത്രയോ വീടുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു വീട്ടിൽ സത്രം പോലെയാണ്, ഒരു വീട്ടിലെങ്കിൽ ഹോട്ടലിൽ പോലെ താമസിക്കുന്ന പോലെ ആ റൂമുകളിൽ പോകണു, അവർ വന്നു നേരത്തെ വരുന്നു, ഭക്ഷണം കഴിക്കണു, തിരിച്ച് റൂമിലേക്ക് പോകണു, അത്രയേ ഉള്ളൂ. ഇന്നത്തെ കുടുംബങ്ങളിൽ പലതും കണ്ടുവരുന്നത് അങ്ങനെയാണ്. അണുകുടുംബമായതിൻ്റെ ഒരു മാറ്റമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലതും കണ്ടുവരുമ്പോൾ അങ്ങനെ വിചാരിക്കുന്നത്. ഒരുപാട് പേര് അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വിഷമങ്ങൾ പറയാറുണ്ട്. മക്കൾ ഒരടുപ്പില്ലാത്ത പോലെയാന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഇന്നത്തെ തലമുറയിൽ അങ്ങനെ ആയിപ്പോയതാണ്. എന്താ ചെയ്യുക, കാലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട് മാറുകയാണ്. നമ്മുടെ പക്ഷികളേനും മൃഗങ്ങളേനും അതുപോലെ തന്നെ രോഗങ്ങൾ വരണില്ലേ, അപ്പോൾ അതുപോലെ തന്നെ മനുഷ്യനായ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് ആലോചിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ല. നല്ലതായി വരാനായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. എല്ലാവരും നല്ല സന്തോഷമായിട്ട് ജീവിക്കാനും സന്തോഷമായിട്ട് ഇരിക്കാനും ശ്രമിക്കുക. ദൈവത്തിനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അത്ര മാത്രമേ പറ്റുള്ളൂ. ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു തോന്നൽ, ഞാൻ ഓരോരുത്തരും ഓരോ ഫാമിലിയും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ആശയം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്വന്തം